ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും ശരിയായ നിലയിൽ അറിയാൻ പറ്റാത്തതുകൊണ്ട് പലർക്കും ജീവിതത്തിൽ തെറ്റുപറ്റാറുണ്ട്. അതുകൊണ്ട് തിരുവെഴുത്ത് ശരിയായി മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലർ വചനം പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ മറ്റു ചിലരാകട്ടെ വചനം പഠിക്കാതെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ദൈവദാസന്മാരുടെ പ്രസംഗങ്ങൾ മാത്രം കേൾക്കുന്ന, അതുമാത്രം ശ്രദ്ധിക്കുന്ന, അതിനെ മാത്രം കൈക്കൊള്ളുന്ന രീതിയിൽ ജീവിക്കുന്നവരാണ്. തെറ്റൊന്നും പറയുവാൻ ഇല്ലെങ്കിൽ പോലും ശരിയായ നിലയിൽ ദൈവത്തിൻ്റെ വചനം നാം മനസ്സിലാക്കണം എങ്കിൽ മറ്റു മനുഷ്യരുടെ പ്രഭാഷണങ്ങളിൽ മാത്രം ആശ്രയിക്കാതെ നാം ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ തയ്യാറാകണം. അതായിരുന്നു ശിഷ്യന്മാരുടെ മാതൃക എന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ അവൻ ഇങ്ങനെ പല ഉപമകളാൽ അവർക്ക് കേൾപ്പാൻ കഴിയും പോലെ അവരോട് വചനം പറഞ്ഞു പോന്നു. ഉപമ കൂടാതെ അവരോടൊന്നും പറഞ്ഞതുമില്ല. തനിച്ചിരിക്കുമ്പോൾ അവൻ ശിഷ്യന്മാരോട് സകലതും വ്യാഖ്യാനിക്കും. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ്. തനിച്ചിരിക്കുമ്പോൾ അവൻ ശിഷ്യന്മാരോട് സകലതും വ്യാഖ്യാനിക്കും. പല കാര്യങ്ങൾ ശിഷ്യന്മാർ യേശുവിൽ നിന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ പലതും ആ സമയത്ത് അവർക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് സത്യം. മനസ്സിലാകാത്ത കാര്യങ്ങൾ അവർ ഹൃദയത്തിൽ കുറിച്ചിടും. യേശുവുമായിട്ട് തിരക്കുകളിൽ നിന്നെല്ലാം മാറി തനിച്ചിരിക്കുന്ന സമയം അവർ കണ്ടെത്തും. അല്ലെങ്കിൽ കർത്താവുമായിട്ട് സമയം ചെലവഴിക്കുവാൻ അവർ സമയം കണ്ടെത്തും. തനിച്ചിരിക്കും. യേശുവും ശിഷ്യന്മാരും മാത്രം ഇരിക്കുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ അവർക്കുണ്ടായ ആത്മീയ വിഷയങ്ങളിലുണ്ടായ സംശയങ്ങളെക്കുറിച്ച് അവർ കർത്താവിനോട് ചോദിക്കും. കർത്താവ് അവർക്ക് അത് ശരിയായി മനസ്സിലാകത്തക്ക നിലയിൽ വ്യാഖ്യാനിച്ചു കൊടുക്കും. ഇതാണ് ശരിയായ ഉപദേശങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരേ ഒരു മാർഗം. കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുക, തുറന്ന മനസ്സോടെ ഇരിക്കുക. ദൈവമേ, അങ്ങയുടെ ഹിതം എന്നെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആവശ്യബോധത്തോടെ ഇരിക്കുക, ദാഹത്തോടെ ഇരിക്കുക. അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല, ദൈവവചനത്തിനു വേണ്ടിയുള്ള വിശപ്പും ദാഹവും ഉള്ളവരായിട്ട് ഇരിക്കുക. ആത്മാവിൽ ദരിദ്രരായിട്ടിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന ഒരു ക്രിസ്തു ശിഷ്യനെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ശബ്ദം അവനുണ്ടാകും. ദൈവം അവൻ്റെ ഹൃദയത്തോട് സംസാരിക്കും എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇത് മത്തായി സുവിശേഷം 24-ാം അധ്യായം 1 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. യേശു ദൈവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദൈവാലയത്തിൻ്റെ പണി കാണിക്കേണ്ടതിന് അവൻ്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം നീ കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. 3-ാമത്തെ വാക്യത്തിൽ യേശു ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കും എന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. അതായത് ദൈവാലയം വിട്ടു പോകുന്ന സന്ദർഭത്തിൽ ശിഷ്യന്മാർ ദൈവാലയത്തിൻ്റെ പണിയുടെ കാര്യങ്ങളെക്കുറിച്ച് യേശുവിനോട് സംസാരിക്കുകയാണ്. ആ പണി, അതിൻ്റെ ഭംഗി യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ അവർ ശ്രമിക്കുക. എന്നാൽ കർത്താവ് അതിലൊന്നും വലിയ താല്പര്യം കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല, ദൈവാലയത്തിൻ്റെ ഭംഗിയിൽ പ്രശംസിക്കുന്ന, പണിയിൽ പ്രശംസിക്കുന്ന, അതിൽ അഭിമാനിക്കുന്ന ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, ഇത് കല്ല് കല്ലിന്മേൽ ശേഷിക്കാതെ ഇടിഞ്ഞു പോകും. എന്നാൽ അവർക്ക് കാര്യം മനസ്സിലായില്ല. ആ സന്ദർഭത്തിൽ അവരൊന്നും മിണ്ടുന്നില്ല എന്ന് മാത്രമല്ല, ഒലിവുമലയിൽ യേശു ശിഷ്യന്മാരുമായിട്ട് തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുകയാണ്, അതെപ്പോൾ സംഭവിക്കും? നിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്താണ്? ഞങ്ങൾക്കത് പറഞ്ഞു തരണം. പറഞ്ഞു തരണം എന്നുള്ള ആഗ്രഹത്തോടെ, അറിയാൻ ഉള്ള ആഗ്രഹത്തോടെ, കർത്താവിൽ നിന്ന് കേൾക്കുവാനുള്ള ദാഹത്തോടെ യേശുവിൻ്റെ സന്നിധിയിൽ തനിച്ചിരിക്കുന്ന
ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് കർത്താവ് സംസാരിക്കുക തന്നെ ചെയ്യും. നമുക്കറിയാം മത്തായി സുവിശേഷം 24-ാം അധ്യായം അറിയണം എന്നുള്ള ആഗ്രഹത്തോടെ, ആവശ്യബോധത്തോടെ യേശുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ച ശിഷ്യന്മാർക്കാണ് വാസ്തവത്തിൽ ഭാവികാല സംഭവങ്ങൾ യേശു വെളിപ്പെടുത്തുന്നത്. ഇന്നും ഈ വചനത്തിന് വളരെ പ്രസക്തിയുണ്ട്. കർത്താവിനോട് എനിക്ക് പറഞ്ഞു തരണം, എനിക്ക് പലതും അറിയില്ല, എനിക്ക് പലതും മനസ്സിലാകുന്നില്ല, എനിക്ക് പലതും വെളിപ്പെടുന്നില്ല. ദൈവവചനം വായിക്കുമ്പോൾ പല കാര്യങ്ങളും അതിൻ്റെതായ അർത്ഥത്തിൽ എനിക്ക് ഉൾക്കൊള്ളുവാൻ പറ്റുന്നില്ല. യേശുവേ പറഞ്ഞു തരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഇരുന്നാൽ തനിച്ചിരിക്കുമ്പോൾ സകലതും ശിഷ്യന്മാർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തതുപോലെ യേശു ശിഷ്യന്മാർക്ക് ഇവിടെ ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് പോലെ നമ്മോട് പറഞ്ഞു തരും എന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ട് നാം വചനം പഠിക്കുവാൻ സമയം കണ്ടെത്തണം. മറ്റുള്ളവരുടെ പ്രസംഗങ്ങൾ കേൾക്കുന്നത് നല്ലതാണ്, എന്നാൽ അത് മുഴുവൻ സ്വീകരിക്കണം എന്ന് ഒരിക്കലും നമ്മൾ നിർബന്ധം പിടിക്കരുത്. അവർ പറയുന്നതിലും തെറ്റ് സംഭവിക്കാം. ബെരോവായിലുള്ള വിശ്വാസികൾ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. കാരണം അവർ ദിനംപ്രതി തിരുവെഴുത്തുകളെ അങ്ങനെ തന്നെയോ എന്ന് ശോധന ചെയ്തു പോകും. അതുകൊണ്ട് വചനം പഠിക്കുവാൻ സമയം കണ്ടെത്തണം. മറ്റൊരാളുടെ പ്രസംഗത്തിൽ മാത്രം ആശ്രയിക്കാതെ, അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്നത് മാത്രം കേൾക്കുവാൻ മനസ്സ് വയ്ക്കാതെ, അത് കേൾക്കുമ്പോൾ തന്നെ കർത്താവിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനുള്ള ആഗ്രഹം ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും ദൈവമുണ്ടാകട്ടെ. അങ്ങനെ വചനത്തിൽ സമ്പന്നരായി നമുക്ക് വളരാം. സ്വർഗീയ പിതാവേ, ദൈവവചനത്തിൽ ദാഹവും വിശപ്പുമുള്ള ആളുകളായി ഞങ്ങളെല്ലാവരെയും അവിടുന്ന് മാറ്റണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.